നമ്മളെയൊക്കെ വലിയ ആശങ്കയിലാക്കിയ ഒരു വീഴ്ചയായിരുന്നു ഉമാ തോമസ് MLA-യുടേത്. ആ വീഴ്ച കണ്ടവരൊക്കെ ശരിക്കും ഭയന്നു പോയിരുന്നു. ഇന്ന് 44 ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം MLA വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. നവമി തന്നെ വിവരങ്ങൾ നൽകും. നവമി, അന്ന് ആ ദൃശ്യങ്ങൾ കണ്ട ആരും സമാധാനത്തോടെ ആ ദൃശ്യങ്ങൾ കണ്ടു കാണില്ല. കാരണം അത്രയേറെ ഒരു വലിയ വീഴ്ചയായിരുന്നു, അത്ര വലിയൊരു വീഴ്ചയായിരുന്നു. പക്ഷേ ആ ഒരു ദൃഢനിശ്ചയവും അല്ലെങ്കിൽ അവരുടെ പുഞ്ചിരിക്കുന്ന മുഖവും ഒക്കെയായി അവർ തിരിച്ച് മടങ്ങി എത്തുമ്പോൾ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ എങ്ങനെയുണ്ട്? ശ്രീജി പറഞ്ഞത് കൃത്യമാണ്. ഈ ഉമാ തോമസിന്റെ ആ ദൃശ്യങ്ങൾ അതിപ്പോഴും നമുക്കത് കാണാൻ കഴിയില്ല. അത്രയേറെ നമ്മളേറെ വിഷമിപ്പിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ്. ഉമാ തോമസിന്റെ തിരിച്ചുവരവിന് കേരളം മുഴുവൻ കാത്തിരുന്നതാണ്, പ്രാർത്ഥിച്ചതാണ്. എന്തായാലും ആ പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം കണ്ടു. 46 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉമാ തോമസ് വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഉമാ തോമസ് തന്നെ തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ഒരു കുറിപ്പ് ഇടുകയും ചെയ്തു. അതിൽ പറയുന്നത് 46 ദിവസം നീണ്ട ചികിത്സയ്ക്ക് ശേഷം നാളെ റിനി മെഡിസിറ്റി ആശുപത്രി വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. ശുശ്രൂഷിച്ചവർക്ക്, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി. ഒപ്പം സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു കുറിപ്പാണ്. ഒപ്പം ഈ ഡോക്ടർ നിർദ്ദേശിച്ച സംബന്ധിച്ച് കുറച്ചുകൂടി ദിവസങ്ങളിൽ ഒരു ആരോഗ്യസ്ഥിതി നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സന്ദർശകരെ ഒന്നും തന്നെ വീട്ടിൽ അനുവദിക്കില്ല. കുറച്ച് ദിവസത്തെ ഒരു റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവമായിട്ട് തിരിച്ചു വരുമെന്നൊക്കെയാണ് ഉമാ തോമസ് പറയുന്നത്. എന്തായാലും അത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ആശുപത്രിയിലേക്ക് അന്ന് ആ വീഴ്ചയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഉമാ തോമസ്. തലയ്ക്കൊക്കെ മാരകമായി പരിക്കേറ്റിരുന്നു. 2 ദിവസത്തോളം ഉമാ തോമസ് അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് പതുക്കെ മരുന്നിനോട് പ്രതികരിക്കുകയും ബാക്കി കുടുംബാംഗങ്ങളെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ ഉമാ തോമസ് എത്തിയത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ഉമാ തോമസ് വീട്ടിലേക്ക് മടങ്ങുക. ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ ഉമാ തോമസ് ഇതിൽ വിശദമായ ഒരു കുറിപ്പിടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സന്തോഷത്തോടെ കൂടി തന്നെ, ആരോഗ്യത്തോടു കൂടി തന്നെ ഉമാ തോമസ് വീണ്ടും ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ മണ്ഡലത്തിൽ സജീവമാകട്ടെ. നമുക്ക് കുറച്ചു ദിവസമായിട്ട് അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും അധികം പറയാൻ പറ്റാറില്ല നവമി. എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത, ഉമാ തോമസ് ഇത്രയേറെ ദിവസം നീണ്ടു നിന്ന ചികിത്സയ്ക്ക് ശേഷം വളരെ ആരോഗ്യവതിയായി സന്തോഷത്തോടെ അവരുടെ ആ നിറപുഞ്ചിരിയോടെ തിരിച്ചു വരുന്നത് നമുക്ക് കേരളത്തിന് വളരെ സന്തോഷമുള്ള ഒരു കാഴ്ചയാണ്. ആരോഗ്യം പൂർവ്വസ്ഥിതിയിലായി പഴയ പോലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മടങ്ങിയെത്താൻ കഴിയട്ടെ ഉമാ തോമസിന് എന്ന് നമുക്കും ആശംസിക്കാം.